ഉത്തർപ്രദേശിലെ ബറേലിയിൽ നിന്ന് ഒരു വാർത്ത പുറത്തു വരികയാണ്. യോഗി ആദിത്യനാഥിന്റെ കഴുത്തറുക്കും അല്ലെങ്കിൽ യോഗി ആദിത്യനാഥിന്റെ തല വെട്ടിയെടുത്ത് യോഗിയെ കൊലപ്പെടുത്തും എന്ന വധഭീഷണി മുഴക്കിയ ഒരാളെയാണ് ഉത്തർപ്രദേശിൽ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വളരെ രസകരമായിട്ടൊരു വീഡിയോയും ഇയാളുടെ പുറത്തിറങ്ങിയിട്ടുണ്ട്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തും എന്ന് പറഞ്ഞ ഫായിസിനെയാണ് ഇപ്പോൾ വെള്ളിയാഴ്ച രാത്രി പ്രേംനഗർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇയാൾ ഒരു രാത്രി മുഴുവൻ ജയിലിൽ കിടക്കുകയും ചെയ്തു. രാത്രി മുഴുവൻ ജയിലിൽ കിടന്ന ശേഷം രാവിലെ ആയപ്പോൾ ഇയാളുടെ മനസ്ഥിതി പൂർണ്ണമായി മാറിപ്പോയി. അപ്പോഴാണ് ഇയാളുടെ ഒരു വീഡിയോ അവിടെ നിന്നും പുറത്തു വരുന്നത്. പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇയാൾ ജയിലിൽ നിന്നും പുറത്തു വരുന്നത് മുട്ടിലിഴഞ്ഞുകൊണ്ടാണ്. അതായത് നടക്കാൻ ഇയാൾക്ക് സാധിക്കുന്നില്ല. വളരെയധികം കഷ്ടപ്പെട്ടാണ് ഇയാൾ പുറത്തേക്ക് നടന്നു വരുന്നത്. അങ്ങനെ നടന്നു വന്ന ഇയാൾ കൈകൂപ്പിക്കൊണ്ട് മാധ്യമങ്ങളെ നോക്കി കരയുകയാണ്. കരഞ്ഞ ശേഷം തെറ്റുപറ്റിപ്പോയി, ക്ഷമിക്കണം, യോഗി ആദിത്യനാഥിനെ പോലെ ഇത്രയും നല്ലൊരു മുഖ്യമന്ത്രിയെ ഞാൻ കണ്ടിട്ടില്ല എന്നാണ് ഈ ഫായിസ് പറയുന്നത്. ലോക്കപ്പിൽ കിടന്ന ശേഷം ഇയാൾ നന്നായി എന്നാണ് പല ആൾക്കാരും പറയുന്നത്. എന്തായിരുന്നാലും പോലീസ് അടിച്ച് പദം വരുത്തിയതാണ് എന്ന് വേറെ ചില വാദങ്ങളുമുണ്ട്. പക്ഷേ പോലീസ് തന്നെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴും ഇയാൾ വളരെയധികം ക്ലേശകരമായാണ് നടക്കുന്നത്. ഇതിനുശേഷം ഇയാൾ ആശുപത്രിയിലേക്ക് പോലീസ് ഇയാളെ മാറ്റി എന്നും അറിയാനും സാധിക്കുന്നുണ്ട്. എന്തായാലും ദയവായി എന്നോട് ക്ഷമിക്കൂ എന്നാണ് ഇയാളുടെ ആ വീഡിയോയിൽ പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ താൻ ഇനി ഇത്തരത്തിലൊരു കാര്യം പോസ്റ്റ് ചെയ്യില്ല എന്ന് പറയുന്നു. गलती हो गई साहब, माफ कर दो, सबका सम्मान करूंगा साहब, अब गलती हो गई मेरी, माफ कर दो मुझे साहब, गलती हो गई साहब, माफ कर दो मुझे, अब नहीं करूंगा कोई भी पोस्ट साहब. കില്ല പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മൊഹല്ല ചൗധരി സ്വദേശിയായ മെഹനാസ് എന്ന ഫായിസ് ആണ് സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിൽ യോഗി ആദിത്യനാഥിനെ വധിക്കുമെന്ന് പോസ്റ്റ് ഇട്ടത്. യോഗി ആദിത്യനാഥിനെതിരെ മാത്രമല്ല, മഹാകുംഭമേളയ്ക്ക് എതിരെ, രാമക്ഷേത്രത്തിനെതിരെ, ഹിന്ദു വിശ്വാസങ്ങൾക്കെതിരെ എല്ലാം ഇയാൾ സോഷ്യൽ മീഡിയയിൽ അപകീർത്തികരമായ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. 2025 രാമക്ഷേത്രത്തിന്റെ അന്ത്യമായിരിക്കും എന്ന രീതിയിലാണ് ഇയാൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടിരുന്നത്. എന്തായാലും ഈ പോസ്റ്റ് വലിയ രീതിയിലുള്ള സനാതനധർമ്മത്തിനെതിരെയുള്ള ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ വളരെ വലിയ രൂക്ഷമായ വിമർശനമാണ് ഉത്തർപ്രദേശിലെല്ലാം ഉണ്ടാക്കിയിരുന്നത്. മുഖ്യമന്ത്രി യോഗിയുടെ തലവെട്ടും എന്നുകൂടെ പറഞ്ഞതോടുകൂടി ഹൈന്ദവ സംഘടനകൾ രോഷം പ്രകടിപ്പിച്ചു. ഇയാൾക്ക് ജിഹാദി മാനസികാവസ്ഥയാണ് എന്നാണ് ഹൈന്ദവ സംഘടനകൾ ആരോപിച്ചത്. ഇതേ തുടർന്ന് IG, ASSP എന്നിവർക്ക് പരാതി നൽകുകയും കർശന നടപടി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് ഇയാളെ ചട്ടം പഠിപ്പിക്കാനായി പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് തൂക്കിയെടുത്തുകൊണ്ട് പോയത്. അതിനുശേഷം ഇയാൾ നല്ല കുട്ടിയായി, ഞാൻ ഇനി മര്യാദയ്ക്ക് ജീവിച്ചുകൊള്ളാം എന്ന വാക്കുകൾ പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.